ये वह भव्य चर्च का मुख्य दरवाज़ा है जो शहर के पुराने केंद्र में सुंदरता से स्थित है। यह स्वचालित धुलाई के लिए है। ये एक छोटे स्प्रिंग के साथ बनाया गया है. अथवाल देनेदा इति ചൊമ്മാരി തട്ടാൻ അധികം ഡിറ്റൂറി സ്പോർട്സ് വെച്ചിട്ടു ചുരുങ്ങിയ ചെലവിൽ ലോക്കെ എത്തി പോലെ ഡോർ കലക്കെ ഓട്ടോമാറ്റിക് ആക്കാനെ ലിയ യോർ ഐഡിയ ഉപയോഗിക്കാവുന്ന है. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഇതുപോലെ എൻ്റെ വീട്ടിലും ചെറിയൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ. അത് പിന്നെയാണ് എനിക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഓർമ്മയത്. ഇത് പണ്ടില്ലേ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തുറന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നായ്ക്കളോ ഇപ്പോൾ തെരുവ് നായ്ക്കളൊക്കെ ഇഷ്ടം പോലുള്ള സമയമാണ്, അപ്പോൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചെറിയൊരു നിസാര ഒരു സ്പ്രിങ് കൊണ്ട് തന്നെ ഇത് ഓട്ടോമാറ്റിക് ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ കാര്യം അതല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇപ്പോൾ നിങ്ങൾ കേട്ട വീഡിയോ അത് ഹിന്ദി ലാംഗ്വേജാണ്. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ ചെയ്തത് ഒന്ന് ഡബ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അറിയാം മുന്നൊക്കെ സിനിമകൾ പല ഫിലിമുകളൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം തന്നെ ഡബ് ചെയ്ത് പല ലാംഗ്വേജുകളിലേക്ക് ആക്കുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് ടൈം എടുത്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഹിന്ദി ഫോളോവേഴ്സ് ഉണ്ടാവും, ഒരുപാട് ഹിന്ദി ഫോളോവേഴ്സ് എൻ്റെ വീഡിയോ കാണാറുണ്ട്. പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് വരെ കാണാറുണ്ട്. പല വീഡിയോസും റീച്ചായിട്ട് 1 മില്യനും 2 മില്യനും ഒക്കെ ആയ വീഡിയോകളുണ്ട് യൂട്യൂബിൽ. അതുപോലെ തന്നെ 2 കോടിൻ്റെ മുകളിലൊക്കെ വ്യൂവേഴ്സുള്ള വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്ന് മറ്റ് ലാംഗ്വേജുകൾക്ക് ഹിന്ദിയിലൊക്കെ ആക്കിക്കൂടാ. ഹിന്ദിക്കാരൻ ഒരുപാട് ആൾക്കാർ ഹിന്ദിക്കാരുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് മലയാളം പറഞ്ഞിട്ട് വരെ ഫേമസ് ആയ മുബാറക്ക് എന്ന് പറഞ്ഞ ഹിന്ദിക്കാരനൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എനിക്കെന്തുകൊണ്ട് ഹിന്ദി കൂടി ചെയ്തുകൂടാന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാനൊരു AI-ൻ്റെ ഒരു സൈറ്റ് കാണുന്നത്. അതൊരു വീഡിയോയിലൂടെയാണ് ഞാൻ കാണുന്നത്. AI-നെ കുറിച്ച് ഞാനിപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ. എന്നെപ്പോലെ പലരും അങ്ങനെ തന്നെ. AI ഒരുപാട് നമ്മളെ ഈ ഒരു വരും കാലങ്ങളിലേക്ക് ഒരുപാട് എന്താ പറയുക സിസ്റ്റമാറ്റിക്, അതുപോലെ തന്നെ ഒരുപാട് ഉയർച്ചകളിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു ടൂളാണ് AI ടൂൾ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും AI-നെ കൊണ്ട് ഉപയോഗിക്കാം. അങ്ങനെ ഞാനെന്ത് ഇത് ആ AI-ൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഈ മലയാളം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വെക്കാം, മലയാളത്തിലുള്ള വീഡിയോ ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഹിന്ദി എന്നുള്ളൊരു ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ. ഹിന്ദി ക്ലിക്ക് ചെയ്ത് കുറച്ച് നിമിഷങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ആയ ഒരു വീഡിയോ ആണ്. അതിൽ ഹിന്ദി ഉണ്ടല്ലോ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എൻ്റെ വോയിസിൽ അത് വന്നിരിക്കുന്നത്. എനിക്ക് തന്നെ ശരിക്കും അത്ഭുതമായിപ്പോയി. അത് മാത്രമല്ല അതിൽ ചെറിയ എന്തോ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നത്. അതിന് എൻ്റെ സംസാരത്തിൻ്റെ സ്പീഡോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും അത് ഞാനൊരു ഹിന്ദിക്കാരനെ കാണിച്ചു കൊടുത്ത് അവർക്ക് അത് തന്നെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. അക്കൂൾ എന്നാണ് ഈ ടൂളിൻ്റെ പേരിട്ടോ. അതിൻ്റെ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. അതിൽ നമ്മൾ പേയ്മെൻറ്റ് അടിച്ചാലേ ഉള്ളൂ ഈ വാട്ടർമാർക്കൊക്കെ ഒഴിവായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഇതുപോലെയുള്ള ടൂളുകൾ ഇനിയും ഒരുപാട് ടൂളുകൾ ഉണ്ടാവും. ഇതിന് കൂടുതൽ അപ്ഡേറ്റുള്ള ടൂളുകൾ ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് കാരണം എനിക്കൊന്ന് പരീക്ഷണങ്ങൾ നടത്തി നോക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ മലയാളം കൂടി ഒന്ന് കേൾക്കാം. പള്ളിയിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ചെറിയൊരു ഐഡിയ കണ്ടിട്ട് ഇവിടെ ഇത് വേണ്ടില്ലേ ഈ ഒരു ഡോർ ഓട്ടോമാറ്റിക് അടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നിസാരമായിട്ടുള്ള സ്പ്രിങ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അതുപോലെ തന്നെ ഇത് ചുമര് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ടു. അപ്പം ചുരുങ്ങിയ ചിലവിലൊക്കെ ഇതുപോലെ ഡോറുകളൊക്കെ ഓട്ടോമാറ്റിക് ആക്കുകയാണെങ്കിൽ ഈ ഒരു ഐഡിയ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റു നല്ലൊരു വീഡിയോയുമായി കാണാം.